ഭാരതത്തിൻ്റെ ചരിത്രം എടുത്തു പോയി കഴിഞ്ഞാൽ ഏത് ജാതി മത വർഗ രാഷ്ട്രീയ ഭേദമന്യേ ഭാരതത്തിൽ ജനിച്ചവരാരും ഈശ്വരനായിട്ടല്ല ജനിച്ചത്. അവരുടെ മനസ്സിൻ്റെ പ്രത്യേകത കൊണ്ടും അവരുടെ അധ്വാനത്തിൻ്റെ പ്രത്യേകത കൊണ്ടും എന്ത് ജോലിയും ചെയ്യാൻ മടിയില്ലാത്ത രീതിയിലുള്ള പ്രവൃത്തി കൊണ്ട് ഈശ്വരത്തിലേക്ക് എത്തിച്ചേർന്നതാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ എങ്ങനെ രാസലീല ആടിയോ അതേ രീതിയിൽ തന്നെ ഭൗതിക മാറ്റത്തിൽ നിന്ന് രാസമാറ്റത്തിലേക്ക് ഭക്തജനങ്ങളെ എത്തിച്ച ഭാഗവതത്തിൽ ഒരു അധ്യായം മുഴുവൻ പറയുന്നുണ്ട്. ബലരാമസ്വാമിയുടെ രാസലീല പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം കലപ്പയേന്ത്യ കർഷകനായിരുന്നു. സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് കൃഷി ചെയ്ത് അദ്യാവിദൃശ്യത ഇപ്പോൾ നമ്മളിരുന്ന് ധ്യാനിക്കുന്നു എന്ന് വിചാരിക്കുക. ഭാരതത്തിൻ്റെ ചരിത്രം, ലോകത്തിൻ്റെ ചരിത്രമുള്ള എവിടെയൊക്കെ ഈശ്വര ചൈതന്യമുണ്ടോ, ഈശ്വര ലീലയാടിയ ചിത്രങ്ങളുണ്ടോ, ആ ചിത്രം മുഴുവൻ നമ്മുടെ ബുദ്ധിയിൽ തെളിഞ്ഞു വരിക. ഈ കൃഷ്ണന് അല്ലെങ്കിൽ ബലരാമൻ അല്ലെങ്കിൽ ശ്രീരാമചന്ദ്രസ്വാമി അല്ലെങ്കിൽ രാവണൻ അല്ലെങ്കിൽ കുംഭകർണൻ, ഏത് കഥാപാത്രങ്ങളെടുത്താലും ഈശോ, വേളാങ്കണ്ണി മാതാവ്, അല്ല, ഏത് രീതിയിൽ ഏത് കഥാപാത്രങ്ങൾ വിരിച്ചാലും ജൈനന്മാരുടെ ആയാലും ബുദ്ധനായാലും ഏത് കഥാപാത്രങ്ങൾ, ആ കഥാപാത്രങ്ങളെല്ലാം നമ്മൾ തന്നെയാണ്. അപ്പം ആരായി തീരണം ഞാൻ എന്ന് നമ്മളാണ് വിചാരിക്കേണ്ടതെന്ന് അർത്ഥം. ഒരുപിടി അവലോ വെന്ത ചീരത്തണ്ടോ, അവിടെ ഉണങ്ങിക്കിടക്കുന്നതായ ഭൂമിയെ സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അദ്യാപിദൃശ്യത ഇപ്പോഴും ആ യമുനയുടെ വളവ് നമ്മുടെ ബുദ്ധിയിൽ തെളിഞ്ഞു വരും. അങ്ങനെ സാധാരണ ജനങ്ങളെയൊക്കെ എറിഞ്ഞ് കൃഷീവലന്മാരായിട്ട് കൃഷിക്കാരുടെ കൂടെ നിന്ന് മുന്നോട്ട് പോകാൻ സാധിക്കും. ധാർമ്മികമായ എന്തു ജോലിയും ചെയ്യാൻ മടിക്കേണ്ട കാര്യമില്ല. അത് ജോലിയായിട്ട് സ്വീകരിക്കുമ്പോഴാണ് പ്രശ്നം. ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുമ്പോൾ അതെന്തുമായിത്തീരും? ഈശ്വരനിലേക്ക് ഉയരും. അവിടെ അഹമെന്നൊരു ഭാവം തീർത്ത് അകലാനീ മന്ത്രം, അകതാലിൽ സമഭാവം നിറയാനീ മന്ത്രം. അഹമെന്നൊരു ഭാവം എവിടെ തീരുന്നോ അവിടെ എന്തായിത്തീരും? അവിടെ ബുദ്ധി ഉണരും, അവിടെ മനുഷ്യ ജീവിതം ഉണരും. അപ്പോൾ എന്നെപ്പോലെ പൂജ കഴിക്കാൻ വേറെ ആർക്കും അറിയില്ല, എന്നെപ്പോലെ അമ്പലം വൃത്തിയാക്കാറിയില്ല, എന്നെപ്പോലെ മാല കെട്ടാറിയില്ല, ഞങ്ങളെപ്പോലെ ഡാൻസ് കളിക്കാറിയില്ല, ഞങ്ങളെപ്പോലെ ട്രഡീഷണലായിട്ടുള്ള കഥകളി കളിക്കാറില്ല, തിരുവാതിര കളിക്കാറിയില്ല, ഞങ്ങളെപ്പോലെ ആരും ഇല്ല എന്ന് ചിന്തിക്കുമ്പോഴാണ് പ്രശ്നം. അപ്പം എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന നാനാത്വത്തിൽ ഏകത്വമായ ഒരു സംസ്കാരമാണ് ഭാരതത്തിൻ്റെ. ഇവിടെ അധിനിവേശം വന്ന സമയത്ത്, ലോകത്തെ മുഴുവൻ നശിപ്പിക്കാനായിക്കൊണ്ട് അധിനിവേശം വന്ന സമയത്ത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. അപ്പോൾ സോദരത്തേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു തന്നെങ്കിൽ, അപ്പോൾ ലോകത്തിന് മുഴുവൻ നന്മ ചെയ്യാനായിക്കൊണ്ടാണ് ഇവരെല്ലാവരും ഉണ്ടായത്. പിന്നീട് അവർ ഈശ്വര ചൈതന്യത്തിലേക്ക് ഉയരുകയും പിന്നീട് അവനവൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു പോവുകയും ചെയ്യുകയാണ്. ആചാര്യസ്വാമികൾ, ശങ്കരാചാര്യസ്വാമികൾ ചണ്ടാളാസ്തു അദ്വയോസ്തു ഗുരുതേഷാ മനീഷാ മമ, അവിടെ കാശിയിലെ അടുത്ത് ചെന്നപ്പോൾ മാറി നിൽക്കാൻ പറഞ്ഞു. നീ എൻ്റെ ശരീരത്തിനെയാണോ മാറി നിൽക്കാൻ പറഞ്ഞത്? അപ്പോഴും ബ്രാഹ്മണ്യത്തിൻ്റെ ചെറിയൊരു അഭിമാനം ശങ്കരാചാര്യസ്വാമികൾക്കുണ്ടായി. ഒരു ചണ്ടാളനോട് പറഞ്ഞു മാറി നിൽക്കാൻ പറഞ്ഞാൽ നീ ശരീരത്തിനോടാണ് പറയണത്, അത് ആത്മാവാണെങ്കിൽ എല്ലാത്തിലും മണ്ണിലും വിണ്ണിലും തൂളിലും തുരുമ്പിലും ദൈവം ഇരിക്കുന്നു. അവൻ കരുണാമയനായി കാവൽ വിളക്കായി കരളിൽ ഉദിക്കുന്നു. അപ്പം കരളിൽ ഉദിക്കുന്നതായ ഒരു ചൈതന്യം നീ മാറി നിൽക്കാൻ പറഞ്ഞത് ആരോടായെന്ന് ചോദിച്ചപ്പോൾ ആചാര്യസ്വാമികളുടെ അഹങ്കാരത്തിൻ്റെ കണിക അവിടെ നശിച്ചു. അവിടെ അദ്ദേഹത്തിൻ്റെ മുകളിലായിക്കൊണ്ട് പ്രവിഷ്ടവൾ, ഭൂമിയിലുമല്ല പുറത്തുമല്ലാത്ത രീതിയിൽ കാശി വിശ്വനാഥൻ തന്നെ പ്രത്യക്ഷപ്പെട്ടു. നിനക്കിപ്പോൾ എന്നെ തൊഴുവാൻ എന്തായിത്തീർന്നു? യോഗ്യതയായിത്തീർന്നു ശങ്കരാചാര്യസ്വാമികളോട് പറഞ്ഞപ്പോൾ. അപ്പോൾ ശൈവരെന്നും വൈഷ്ണവരെന്നും ക്രിസ്ത്യനെന്നും മുസ്ലിമെന്നും ക്രിസ്ത്യാനിയെന്നും ജൈനെന്നും എന്നൊക്കെ പറഞ്ഞ് തമ്മിത്തല്ലിയ കാലഘട്ടത്തിൽ നിന്നും ശങ്കരാചാര്യസ്വാമികൾ അടക്കം പല ക്ഷേത്രങ്ങളിലും പോയപ്പോൾ ഭസ്മം തൊട്ടപ്പോൾ വൈഷ്ണവർ പറഞ്ഞു, ഇവിടെ ഗോപിക്കുരി തൊടാതെ കയറ്റില്ല എന്ന് പറഞ്ഞു. അവിടെ ഇരുന്ന് ആ പുറത്ത് നിന്നുകൊണ്ട് അദ്ദേഹം ആ ചൈതന്യത്തെ പ്രാർത്ഥിച്ചപ്പോൾ എന്തായിരുന്നു? വിഷ്ണു ഭഗവാൻ ശിവനായിട്ട് തന്നെ പ്രത്യക്ഷപ്പെട്ടു ശ്രീകോവിലിൽ. അപ്പം നിവിടമിടിക്കും നീ ഇരിക്കും ദൈവതം എവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഗീതാഞ്ജലിയുടെ ടാഗോർ ചോദിക്കുമ്പോൾ
ഒരു ഇരുട്ടത്ത് ഒരു ഇരുട്ട് നിറഞ്ഞ ശ്രീകോവിലിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല ഒരു ശാന്തിക്കാരൻ അല്ലെങ്കിൽ ഒരു ആത്മീയ പ്രവർത്തകൻ. ലോകത്തിന് മുഴുവൻ നന്മ ചെയ്യാൻ ഇറങ്ങിപ്പെട്ടില്ലെങ്കിൽ ഒരു പൂജ കഴിച്ചിട്ടും കാര്യമില്ല. ദാഹിക്കുന്നവന് ആഹാരവും വസ്ത്രവും ജലവും ആഹാര പദാർത്ഥങ്ങളും കൊടുക്കാത്ത ഒരു പ്രീസ്റ്റും ഒരാചാര്യനും ആചാര്യനല്ല. അപ്പോൾ ലോകത്തിലേക്ക് ഇറങ്ങി ചെല്ലുക. ഇന്നായിരിക്കും ചിലപ്പോൾ അധികം നിമിഷം ജീവിച്ച് ശങ്കരാചാര്യസ്വാമികൾ വളരെ കുറച്ച് കാലം ജീവിച്ചിരുന്നുള്ളൂ. ആചാര്യന്മാരുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ വളരെ കുറച്ച് സമയം മാത്രമേ അവർ ഈ ലോകത്ത് നിന്നിരുന്നുള്ളൂ. ആ ഡ്യൂട്ടി മുഴുവൻ കൃത്യമായി പൂർത്തിയാക്കിയതാണ് എല്ലാ ആചാര്യന്മാരും. അപ്പം ഇന്ന് ജീവിച്ചിരിക്കുന്നതായ മൺമറഞ്ഞതുമായ ഈശ്വരന്മാരും ദൈവങ്ങളും ഒന്നും അധ്വാനിക്കാണ്ടിരുന്നിട്ടില്ല. സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലും. എന്ത് ധാർമ്മികമായ ജോലി എടുക്കുന്നതിനും മടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം അധർമ്മത്തെ ഇറക്കാൻ ധർമ്മത്തെ നിലനിർത്താനായിക്കൊണ്ടാണ് എല്ലാ ശാസ്ത്രങ്ങളും പറഞ്ഞു തരുന്നത്, എല്ലാ പുരാണങ്ങളും പറഞ്ഞു തരുന്നത്. ബൈബിളായാലും ഖുറാനായാലും എന്തെടുത്തു നോക്കിയാലും അറിയും. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. സക്കാത്ത് നൽകാത്ത നിസ്കാര തയമ്പിന് പടച്ചോൻ കാക്കൂല, സംശയമില്ല. വിശക്കുന്നവന് ആഹാരം കൊടുക്കാത്തവന്, സക്കാത്ത് നൽകാത്തവന്, അല്ലെങ്കിൽ ഒരു പള്ളിയിലും പോയിട്ട് ഒരു കാര്യമില്ല, 5 നേരം നിസ്കരിച്ചിട്ടും ഒരു കാര്യമില്ല. അപ്പം നിസ്കാര തയമ്പിനെ പടച്ചോൻ കാക്കണമെങ്കിൽ സംശയമൊന്നുമില്ല, സക്കാത്ത് നൽകണം. അപ്പം അതാ വ്രതശുദ്ധിയുടെ കാലഘട്ടങ്ങൾ. ഉമ്മിനീര് പോലും ഉണക്കാതെ അധ്വാനിച്ചുകൊണ്ട് ധാരാളം സഹോദരന്മാർ ഇന്നുമുണ്ട്. മലയാറ്റൂര് പന്തക്കൽ ദേവീക്ഷേത്രത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് അവിടെ പോകുമ്പോൾ അറിയാം, പൊന്നും കുരിശ് മുത്തപ്പ എന്ന് വിളിച്ചുകൊണ്ടാണ് അവര് മലയാറ്റൂർ മല നഗ്നപാതരായി ചവിട്ടുന്നത്. അപ്പം എവിടെയൊക്കെ ഈശ്വര ചൈതന്യങ്ങളുണ്ടോ ആ ചൈതന്യങ്ങളെ മുഴുവൻ നമിക്കാൻ തയ്യാറാകണം എന്നർത്ഥം. ഗുരു നസസ്യാൽ ജനനി നസാസ്യാൽ ദൈവം നദസ്യാൽ സമുപേദം. യഥാർത്ഥ ജ്ഞാനത്തെ, യഥാർത്ഥ മാർഗത്തെ പറഞ്ഞു തരാത്ത ഈശ്വരൻ പോലുമല്ല എന്ന് ഭാഗവതത്തിലൂടെ ഭാഗവത സ്വരൂപിയായ ഭഗവാൻ പറഞ്ഞു തരുമ്പോൾ, അല്ലെങ്കിൽ ഗുരുനാഥനായ ഭാഗവത പ്രതിയും ചന്ദനവന ഗോവിന്ദൻ നമ്പൂരി പറഞ്ഞു തരുമ്പോൾ അവിടെ ധ്യായേത് അജസ്രം ഹരി. നിരന്തരമായി ഭഗവാനെ മാത്രം ധ്യാനിച്ചുകൊണ്ടിരിക്കുക. സത്യം പരം ധീമഹി എന്ന് ആരംഭിക്കുന്നതായ ശ്രീമദ് ഭാഗവതം പ്രത്യക്ഷ ദൈവമായ സൂര്യഭഗവാനെ നമിച്ചുകൊണ്ട് അവസാനിക്കുമ്പോഴും സത്യം പരം ധീമഹിയിലാണ് അവസാനിക്കുന്നത്. ഭവേ ഭവേ യഥാഭക്തി പാതയോ തവജായതേ തഥാ കുരുഷ ദേവേശ നാഥസ്ത്വന്നോ യഥപ്രഭോ നാമ സങ്കീർത്തനം യസ്യ സർവ പാപ പ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിംബരം. 3 തരത്തിലുള്ള ദുഃഖങ്ങൾ, ആധിഭൗത, ആധിക, ആധ്യാത്മിക, ഏതൊക്കെ ദുഃഖങ്ങളുണ്ടോ 3ആയിട്ട് മെയിനായിട്ട് പറഞ്ഞു. ബാക്കി എല്ലാ ദുഃഖങ്ങൾക്കും പരിഹാരം നാമഞ്ജപം മാത്രമേ ഉള്ളൂ. പറയുന്നത് ഒരു സമൂഹത്തിലെയാണ്. രാത്രി മുഴുവനും ഉറക്കൊളച്ചുകൊണ്ട് ആ ചാനല്, ഈ ചാനല്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ആ കഥകൾ, ഫേസ്ബുക്കിൽ ആ കഥകളൊക്കെ വായിക്കാം. പക്ഷെ എന്തിൽ നിന്നും നല്ല ഏത് പൊട്ട സിനിമയും കണ്ടോളൂ, ഏത് സീരിയലും കണ്ടോളൂ, എന്ത് കണ്ടോളും അതിൽ നിന്ന് ഒരു സന്ദേശമെങ്കിലും ഒരു നമ്മൾ കാണുന്ന ചിത്രത്തിലുണ്ടാവും. അത് മാത്രം സ്വീകരിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാനസരസിലെ ഹംസങ്ങൾ എങ്ങനെയാണോ പാലും വെള്ളവും വെച്ച് അതിൽ നിന്ന് പാലും മാത്രം സ്വീകരിക്കുന്നത്, അതുപോലെ നമുക്ക് ഈ ലോകത്തിൽ നിന്ന്, നമ്മളിൽ നിന്നും എല്ലാം നല്ലത് മാത്രം സ്വീകരിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നല്ലത് മാത്രം വരണം, എല്ലാം നല്ലതായി തീരണം, എല്ലാം നന്മയായി തീരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ജാതി മത വർഗ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുടെയും പാദങ്ങളിലും, എല്ലാ ചൈതന്യങ്ങളുടെ പാദങ്ങളിലും നമസ്കരിച്ചുകൊണ്ട് നല്ലൊരു ശനിയാഴ്ച നേർന്നുകൊണ്ട് എല്ലാവർക്കും മംഗളം ഭവിക്കട്ടെ.